ഹായ് ഹലോ എല്ലാവർക്കും പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ലാസ്റ്റായിട്ട് പറഞ്ഞത് നമ്മുടെ ലിക്വർ ക്ലാസിഫിക്കേഷനാണ്, ടൈപ്സ് ഓഫ് ലിക്വർ. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റായിട്ട് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ നമുക്ക് ഇന്ന് തുടങ്ങേണ്ടത് ആ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് മാക്സിമം പെട്ടെന്ന് പഠിച്ച് തീർക്കാം, അതേപോലെ തന്നെ പെട്ടെന്ന് റിവിഷനും തുടങ്ങാം. അപ്പോൾ ലിക്വർ ക്ലാസിഫിക്കേഷൻ, ടൈപ്സ് ഓഫ് ലിക്വറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്ലൈഡ് നമുക്ക് നോക്കാം. ചാരായം അല്ലെങ്കിൽ അരക്ക്, എല്ലാവർക്കും അറിയാമെന്നുള്ള എന്താണ് ചാരായം, എന്താണ് അരക്ക്, എന്താണ്? അബ്കാരി ആക്ട് 1077 ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 6A ആണ്. അപ്പോൾ അബ്കാരി ആക്ട് 1077 നമ്മുടെ ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് ഏതാണ്ട് സെക്ഷൻ 3 ക്ലോസ് 6A ആണ്. അപ്പോൾ അബ്കാരി ആക്ട് 1077 ചാരായത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? 3 ക്ലോസ് 6A. ചാരായത്തിന് നിർവചനം ഏതാണ്? 3 ക്ലോസ് 6A. ചാരായത്തിന് നിർവചനം ഏതാണ്? 3 ക്ലോസ് 6A ആണ്. അടുത്ത പോയിന്റ്, അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 6A പ്രകാരം ചാരായമായി കണക്കാക്കുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചാരായമായി കണക്കാക്കുന്നത്? കള്ള്, ബിയർ, സ്പിരിറ്റ്, വൈൻ, വിദേശ മദ്യം, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള ദ്രാവകങ്ങൾ, ഇവ ഒഴികെയുള്ള ലഹരി മുക്തമായ പാനീയങ്ങളെ എന്തെന്ന് പറയാം? ചാരായം അല്ലെങ്കിൽ അരക്ക് എന്ന വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 6A പറയുന്നത് നമ്മുടെ ചാരായത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏതൊക്കെയാണ് ചാരായമായി കണക്കാക്കുന്നത്? കള്ള്, ബിയർ, സ്പിരിറ്റ്, വൈന്, വിദേശ മദ്യം, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ആൽക്കഹോള് അടങ്ങിയിട്ടുള്ള ദ്രാവകങ്ങൾ, ഇവ ഒഴികെയുള്ള എന്ന് പറയുമ്പോൾ ലഹരി മുക്തമായ പാനീയങ്ങളെ എന്താണ്? ചാരായം എന്ന വിഭാഗത്തിൽ പെടുത്താമെന്നാണ് അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 6A പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ്, കള്ള്. എന്താണ് കള്ള്? അടുത്ത പോയിന്റ് എന്താണ്? അബ്കാരി ആക്ട് കള്ളിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? 3 ക്ലോസ് 8 ആണ്. അപ്പോൾ ചാരായം 3 ക്ലോസ് 6A ആണ്. കള്ളിന് നിർവചനം നൽകിയിരിക്കുന്നത് ഏതാണ്? 3 ക്ലോസ് 8 ആണ്. അപ്പോൾ മുമ്പ് നമ്മൾ ചാരായം കള്ളുമൊക്കെ ഏകദേശം ഒരേപോലെയാണ് കണക്കാക്കിയത്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ ചാരായം കള്ളും രണ്ടും രണ്ടാണ്. അപ്പോൾ കള്ളിന് നിർവചനം നൽകിയിരിക്കുന്ന ഏതാണ്? 3 ക്ലോസ് 8 ആണ്. കള്ളിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്ട്? സെക്ഷൻ 3 ക്ലോസ് 8 ആണ്. 3 ക്ലോസ് 8 ഏതാണ്? കള്ള്. അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 8 പ്രകാരം കള്ളായി കണക്കാക്കുന്ന എന്താണ്? എല്ലാവർക്കും അറിയാമല്ലോ, എന്താണ്? തെങ്ങ്, കരിമ്പന, ഈന്തപ്പന തുടങ്ങിയ ഏത് തരം പനമരങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഫെർമെൻറ്റ് ചെയ്തതോ അല്ലാത്തതോ ആയ ലഹരി മുക്തമായ പാനീയങ്ങളെ എന്തെന്ന് നമ്മൾ പറയുന്നു? നമ്മൾ കള്ള് എന്ന വിഭാഗത്തിൽ പറയാം. അപ്പോൾ അബ്കാരി ആക്ട് സെക്ഷൻ 3-8 പ്രകാരം 3 ക്ലോസ് 8 പ്രകാരം കള്ള് എന്നതിന് നിർവചനം കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്താണ് കള്ളായി കണക്കാക്കുന്നത്? തെങ്ങ്, കരിമ്പ്, ഈന്തപ്പന തുടങ്ങിയ ഏത് തരം പനമരങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഫെർമെൻറ്റ് ചെയ്തതോ അല്ലാത്തതോ ആയ ലഹരിമുക്തമായ പാനീയങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? കള്ള് എന്ന വിഭാഗത്തിൽ പെടുത്താം. അപ്പോൾ സെക്ഷൻ 3 ക്ലോസ് 6A എന്തെന്ന് പറഞ്ഞു? ചാരായം. 3 ക്ലോസ് 8 എന്താണ്? കള്ള്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റ് സ്പിരിറ്റാണ്. സ്പിരിറ്റ്. എന്താണ് സ്പിരിറ്റ്? അപ്പോൾ അബ്കാരി ആക്ട് 1077 സ്പിരിറ്റ് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 9 ആണ്. സെക്ഷൻ 3 ക്ലോസ് 9 സ്പിരിറ്റ്. 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 അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 9 പ്രകാരം സ്പിരിറ്റായി കണക്കാക്കുന്നത് എന്താണ്? ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സ്വേദനം വഴി നിർമ്മിച്ചിരിക്കുന്ന വാറ്റ് വഴി നിർമ്മിച്ചെടുക്കുന്ന മദ്യങ്ങളെ സ്പിരിറ്റ് എന്ന് പറയുന്നു. എന്താണ്? അപ്പോൾ എന്താണ് സ്പിരിറ്റ് എന്ന് പറയുന്നത്?
ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സ്വേദനം വഴി നിർമ്മിച്ചെടുക്കുന്ന മദ്യങ്ങളെ എന്തെന്ന് പറയുന്നു? സ്പിരിറ്റ് എന്ന് പറയുന്നു. അപ്പോൾ അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 9 പറയുന്നത് എന്താണ്? സ്പിരിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കഹോൾ അടങ്ങിയിട്ടുള്ള സ്വേദനം വഴി നിർമ്മിച്ചെടുക്കുന്ന മദ്യങ്ങളെ എന്തെന്ന് പറയാം? സ്പിരിറ്റ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ 3 ക്ലോസ് 6A പറഞ്ഞു, എന്താണ്? ചാരായം. 3 ക്ലോസ് 8 പറഞ്ഞു, എന്താണ്? കള്ള്. 3 ക്ലോസ് 9 പറഞ്ഞു, എന്താണ്? സ്പിരിറ്റ്. സിമ്പിളായിട്ട് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ പഠിക്കാനുള്ളത്. അടുത്ത് വാട്ട് ഈസ് ലിക്വർ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമ്മളങ്ങ് പോയി. ലിക്കർ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ലിക്വർ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെ പോയിൻ്റ് മദ്യം. എല്ലാവർക്കും അറിയാം മദ്യം എന്താണെന്ന്. അപ്പോൾ അബ്കാരി ആക്ട് മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്? 3 ക്ലോസ് 10 ആണ്. അപ്പോൾ അബ്കാരി ആക്ട് മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ ഏതാണ്ടേ? അത് 3 ക്ലോസ് 10 ആണ്. അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 10 പ്രകാരം മദ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് മദ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ്? സ്പിരിറ്റ്, വൈന്, ചാരായം, കള്ള്, ബിയർ തുടങ്ങി ആൽക്കഹോൾ അടങ്ങിയ ഏതൊരു പാനീയത്തെയും എന്തെന്ന് പറയാം? മദ്യം എന്ന വിഭാഗത്തിൽ പെടുത്താമെന്നാണ് പറയുന്നത്. എന്താണ്? സ്പിരിറ്റ്, വൈന്, ചാരായം, കള്ള്, ബിയർ തുടങ്ങി ആൽക്കഹോൾ അടങ്ങിയ ഏതൊരു പാനീയത്തെയും, അതിൽ ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? നമുക്ക് മദ്യം എന്ന വിഭാഗത്തിൽ പെടുത്താമെന്നാണ് പറയുന്നത്. അപ്പോൾ അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 10 പറയുന്നത് എന്താണ്? മദ്യമാണ് പറയുന്നത്. അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 10 പറയുന്നത് എന്താണ്? മദ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത് ബിയർ. അപ്പോൾ ബിയറിനെ കുറിച്ച് പറയുന്നത് അബ്കാരി ആക്ട് സെക്ഷൻ ബിയറിന് നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 11 ആണ്. അപ്പോൾ അബ്കാരി ആക്ട് ബിയറിന് നിർവചനം നൽകിയിരിക്കുന്ന ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 11 ആണ് ബിയറിന് നിർവചനം നൽകിയിരിക്കുന്നത്. 3 ക്ലോസ് 11 ഏതാണ്? ബിയറാണ്. 3 ക്ലോസ് 11 ഏതാണ്? ബിയറാണ്. 3 ക്ലോസ് 11 പറയുന്നത് ഏതിനെക്കുറിച്ചാണ്? ബിയറിനെ കുറിച്ചാണ് അബ്കാരി ആക്ട് 3 ക്ലോസ് 11 പറയുന്നത്. 3 ക്ലോസ് 11 ഏതാണ്? ബിയറാണ്. 3 ക്ലോസ് 10 ഏതാണ്? അത് മദ്യമാണ്. 3 ക്ലോസ് 10 ഏതാണ്? മദ്യമാണ്. 3 ക്ലോസ് 10 പറയുന്നത് ഏതാണ്? മദ്യം. അടുത്ത് അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 11 പ്രകാരം ബിയറായി കണക്കാക്കുന്നത് എന്താണ്? ബിയറായി കണക്കാക്കുന്നത് മാൾട്ടിനെ അല്ലെങ്കിൽ യവത്തിനെ ഫെർമെൻറ്റേഷന് വിധേയമായി നിർമ്മിക്കുന്ന പാനീയങ്ങളെയാണ് ബിയറായി കണക്കാക്കുന്നത്. അപ്പോൾ മാൾട്ടിനെ ഫെർമെൻറ്റേഷന് വിധേയമായി നിർമ്മിക്കുന്ന പാനീയങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 11 പ്രകാരം ബിയറായി കണക്കാക്കുന്നത്. ഉദാഹരണം എയിൽ, സ്റ്റൗട്ട്, പോർട്ടർ. ഇതൊക്കെ നമ്മൾ ഗൂഗിളിൽ അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. ഉദാഹരണം ഏതൊക്കെയാണ്? എയിൽ, സ്റ്റൗട്ട്, പോർട്ടൽ ഇവയൊക്കെയാണ് നമ്മുടെ ഉദാഹരണമായിട്ട് പറയുന്നത്. അപ്പോൾ ബിയറിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 11 ആണ്. അപ്പം ബിയറിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്ട്? സെക്ഷൻ 3 ക്ലോസ് 11 ആണ്. അപ്പോൾ നമ്മൾ 3 ക്ലോസ് 6A എന്താണ്? ചാരായം. 3 ക്ലോസ് 8 കള്ള്. 3 ക്ലോസ് 9 സ്പിരിറ്റ്. 3 ക്ലോസ് 10 മദ്യം. 3 ക്ലോസ് 11 ഏതാണ്? ബിയറാണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് നാടൻ മദ്യത്തെക്കുറിച്ചാണ്. മദ്യത്തിൽ തന്നെ നാടൻ മദ്യമുണ്ട്, അടുത്ത് നമ്മൾ വിദേശ മദ്യം പറയും. അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് പോകും. അപ്പോൾ എന്താണ് നാടൻ മദ്യം? അബ്കാരി ആക്ടിൽ നാടൻ മദ്യത്തിന് നിർവചനം നൽകിയിരിക്കുന്ന സെക്ഷൻ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? 3 ക്ലോസ് 12 ആണ്. നമ്മളിങ്ങനെ കറക്റ്റ് ആ ഒരു ലെവലിലാണ് പോകുന്നത്. 3 ക്ലോസ് 10, 3 ക്ലോസ് 11, 3 ക്ലോസ് 12 നമ്മളിങ്ങനെ കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ മതി. അപ്പോൾ നാടൻ മദ്യത്തിന് നിർവചനം 3 ക്ലോസ് 12. നാടൻ മദ്യത്തെക്കുറിച്ച് പറയുന്ന ഏതാണ്? 3 ക്ലോസ് 12 ആണ്. അപ്പോൾ നാടൻ മദ്യത്തെക്കുറിച്ച് പറയുന്ന ഏതാണ്? 3 ക്ലോസ് 12 ആണ്. നാടൻ മദ്യത്തെക്കുറിച്ച് പറയുന്നത് 3 ക്ലോസ് 12 ആണ്. അപ്പോൾ അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 12 പ്രകാരം നാടൻ മദ്യമായി കണക്കാക്കുന്നത് ഏതാണ്? കള്ളല്ലെങ്കിൽ ചാരായം തുടങ്ങി പ്രാദേശികമായി നമ്മുടെ ആ ഒരു ഏരിയയിൽ കിട്ടുന്ന തരം മദ്യങ്ങളെ നാടൻ മദ്യമെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് നാടൻ മദ്യം? സെക്ഷൻ 3 ക്ലോസ് 12 പറയുന്ന നാടൻ മദ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ നാടൻ മദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രാദേശികമായിട്ട് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ കള്ള്, ചാരായം തുടങ്ങി അങ്ങനെ കിട്ടുന്ന സംഭവം നമ്മുടെ മദ്യങ്ങളെയാണ് എന്ത്
നാടൻ മദ്യമെന്ന് പറയുന്നത്. അപ്പോൾ നാടൻ മദ്യത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 12 അടുത്ത് വിദേശ മദ്യം. അപ്പോൾ എന്താണ് വിദേശ മദ്യം? അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 13 പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? വിദേശ മദ്യത്തെക്കുറിച്ചാണ്. അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 13 പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? വിദേശ മദ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്നത് 3 ക്ലോസ് 13. വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന ഏതാണ്? 3 ക്ലോസ് 13. വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന ഏതാണ്? 3 ക്ലോസ് 13. അബ്കാരി ആക്ടിൽ വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന ഏതാണ്? 3 ക്ലോസ് 13. അപ്പോൾ വിദേശ മദ്യം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നാടൻ മദ്യം ഒഴികെ മറ്റെല്ലാവിധ മദ്യങ്ങളെയും എന്താണ്? വിദേശ മദ്യം എന്നാണ് പറയുന്നത്. അപ്പോൾ നാടൻ മദ്യം ഒഴികെ ബാക്കി എല്ലാ മദ്യങ്ങളെയും എന്തെന്ന് പറയുന്നു? വിദേശ മദ്യമായിട്ടാണ് നമ്മുടെ സെക്ഷൻ 3 ക്ലോസ് 13 പറയുന്നത്. 3 ക്ലോസ് 13 പറയുന്നത് എന്താണ്? നാടൻ മദ്യം ഒഴികെയുള്ള മറ്റെല്ലാവിധ മദ്യങ്ങളെയും വിദേശ മദ്യമായിട്ടാണ് പറയുന്നത്. അടുത്ത് വിദേശ നിർമ്മിത വിദേശ മദ്യം. അതെന്താണ് വിദേശ നിർമ്മിത വിദേശ മദ്യം? ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ. ആ പേരിൽ തന്നെയുണ്ട്. എന്താണ്? വിദേശത്ത് നിർമ്മിച്ച് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ വിദേശ നിർമ്മിത വിദേശ മദ്യമെന്ന് പറയുന്നത്. അപ്പോൾ വിദേശ നിർമ്മിത വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ 3 ക്ലോസ് 13A ആണ്. അപ്പോൾ വിദേശ നിർമ്മിത വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, എല്ലാം ഫോറിനിലാക്കി അവർ ചെയ്യുന്നത്. കലർത്തലായാലും എന്ത് കാര്യമായാലും അത് ഫോറിൻ മെയ്ഡ് സാധനം. നമ്മളിപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ മദ്യമോ എന്തെങ്കിലും കൊണ്ടുവരുന്നുവെങ്കിൽ അത് അവിടെ നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് വിദേശത്ത് നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ച് വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന സാധനമാണ് അത്. അപ്പോൾ അതാണ് ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ എന്ന് പറയുന്നത്. അപ്പോൾ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വർ അല്ലെങ്കിൽ വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? 3 ക്ലോസ് 13A ആണ്. അപ്പോൾ വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് 3 ക്ലോസ് 13A. അപ്പോൾ വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന ഏതാണ്? 3 ക്ലോസ് 13A ആണ്. വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? 3 ക്ലോസ് 13A ആണ്. വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന ഏതാണ്? 3 ക്ലോസ് 13A ആണ്. ഒന്നുകൂടി, വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 3 ക്ലോസ് 13A ആണ്. അടുത്ത് വിദേശ മദ്യമായിട്ട് കണക്കാക്കുന്നത് നമ്മുടെ വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 3 ക്ലോസ് 13A. അപ്പോൾ വിദേശ മദ്യമായിട്ട് കണക്കാക്കുന്ന ഏതാണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദേശത്ത് നിർമ്മിച്ചതോ കലർത്തിയതോ വാറ്റിയതോ കുപ്പിയിലാക്കിയതോ ആയ മദ്യത്തെ കടൽ മാർഗമോ കരമാർഗമോ വായുമാർഗമോ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്താൽ ആ മദ്യത്തെ എന്തായിട്ട് പറയാം? വിദേശ നിർമ്മിത വിദേശ മദ്യം എന്ന വിഭാഗത്തിൽ പെടുത്തും. സംഭവം നമ്മുടെ വിദേശത്ത് തന്നെ എല്ലാം ഉണ്ടാക്കിയിട്ട് അതിന് നമ്മൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യും. കരമാർഗം അല്ലെങ്കിൽ വായുമാർഗം അല്ലെങ്കിൽ ഏതെങ്കിലും മാർഗം നമ്മൾ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമ്മൾ വിദേശ മദ്യമെന്ന് പറയുന്നത്. അപ്പോൾ വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 3 ക്ലോസ് 13A ആണ്. ഇതാണ് വിദേശ മദ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് അടുത്ത പോയിന്റ് നമ്മൾ പഠിക്കാം. എന്താണ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം? ആ പേരിൽ തന്നെയുണ്ട്, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ. ഫോറിൻ ലിക്വർ നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഫോറിൻ ലിക്വറിൻ്റെ ആ ഒരു ഫ്ലേവറിലൊക്കെ നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മദ്യത്തെയാണ് വിദേശ മദ്യം എന്ന് പറയുന്നത്. ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ സിമ്പിളാണ്. അപ്പോൾ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വറിൽ പറയുന്നത് എന്താണ്? ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വറിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ സിമ്പിളാണ്. സെക്ഷൻ 3 ക്ലോസ് 13B ആണ്. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം സെക്ഷൻ 3 ക്ലോസ് 13B. വിദേശ നിർമ്മിത വിദേശ മദ്യം സെക്ഷൻ 3 ക്ലോസ് 13A ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 3 ക്ലോസ് 13A. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 13B ആണ്. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? 3 ക്ലോസ് 13B. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്ട്? സെക്ഷൻ 3 ക്ലോസ് 13B ആണ്. ഒന്നുകൂടി, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 3 ക്ലോസ് 13B ആണ്. അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 13B പ്രകാരം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായി കണക്കാക്കുന്നത് എന്തിനെയാണ്? വിദേശ നിർമ്മിത വിദേശ മദ്യവും അവ അല്ലാത്ത ഇന്ത്യയിൽ നിർമ്മിച്ച വിദേശ മദ്യങ്ങളും ഉൾപ്പെട്ട വിഭാഗങ്ങളെയാണ് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വർ അല്ലെങ്കിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന വിഭാഗത്തിൽ പെടുത്തുന്നത്.
അപ്പോൾ ഒന്നുകൂടി പറയാം, വിദേശ നിർമ്മിത വിദേശ മദ്യവും അവ അല്ലാത്ത ഇന്ത്യയിൽ നിർമ്മിച്ച സംഭവം, വിദേശ നിർമ്മിത വിദേശ മദ്യം അത് വേറൊരു വിഭാഗമാണ്. നമ്മളെന്ത് ചെയ്യും, ആ വിദേശ നിർമ്മിത ആ ഒരു ഫ്ലേവറിലൊക്കെ നമ്മളെന്ത് ചെയ്യും, ആ ഒരു സംഭവത്തിന് നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കും. അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന അതേപോലത്തെ ഉള്ള അതിൻ്റെ ഒരു കോപ്പി, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന് പറയുന്നത്. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 13B ആണ്. ബാക്കിയെല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് സെക്ഷൻസ് ആണ് മറന്നു പോകുന്നത്. ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 13B ആണ്. അടുത്ത് ഡെഫിനിഷൻസ്, ടെക്നിക്കൽ ആൻഡ് ലീഗൽ ടേംസ്. സാങ്കേതികവും നിയമപരവുമായ പദങ്ങളും അവയുടെ നിർവചനവും. അപ്പോൾ ഡെഫിനിഷൻസ്, ടെക്നിക്കൽ ആൻഡ് ലീഗൽ ടേംസ്, സാങ്കേതികവും നിയമപരവുമായ പദങ്ങളും അവയുടെ നിർവചനങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് ഒന്നും കൂടി നമുക്ക് ഇത്രയും നേരം പറഞ്ഞ സെക്ഷൻസ് നമുക്കൊന്ന് പറയാം. ഞാൻ സ്ലൈഡ് കാണിക്കില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് എടുത്താൽ മതി. അപ്പോൾ ലിക്കർ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ലിക്കറാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ചാരായത്തെക്കുറിച്ച് പറഞ്ഞ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 6A ആണ്. അത് കഴിഞ്ഞ് കള്ളിനെ കുറിച്ച് പറയുന്നത് ഏതാണ്? 3 ക്ലോസ് 8 ആണ്. സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നത് 3 ക്ലോസ് 9 ആണ്. മദ്യത്തെക്കുറിച്ച് പറഞ്ഞത് 3 ക്ലോസ് 10 ആണ്. ബിയറിനെ കുറിച്ച് പറഞ്ഞ സെക്ഷൻ 3 ക്ലോസ് 11 ആണ്. നാടൻ മദ്യത്തെക്കുറിച്ച് പറഞ്ഞ സെക്ഷൻ 3 ക്ലോസ് 12 ആണ്. വിദേശ മദ്യം 3 ക്ലോസ് 13 ആണ്. വിദേശ നിർമ്മിത വിദേശ മദ്യം 3 ക്ലോസ് 13A ആണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഏതാണ്? 3 ക്ലോസ് 13B ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ലിക്കർ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? സാങ്കേതികവും നിയമപരവുമായ പദങ്ങളും അവയുടെ നിർവചനമാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. അബ്കാരി ആക്ട് 1077 സാങ്കേതിക നിയമ പദങ്ങളുടെ വ്യാഖ്യാനം നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ ഏത് മുതൽ ഏത് വരെയാണ്? സെക്ഷൻ 3 1 മുതൽ 25 വരെയുള്ള ഉപവകുപ്പുകളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അബ്കാരി ആക്ട് 1077 സാങ്കേതിക അല്ലെങ്കിൽ നിയമപദങ്ങളുടെ വ്യാഖ്യാനം നിർവചിച്ചിരിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 1 മുതൽ 25 വരെയുള്ള വകുപ്പുകളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ സെക്ഷൻ 3 ക്ലോസ് 2B പറയുന്നത് ബോണ്ടഡ് വെയർ ഹൗസിനെ കുറിച്ചാണ്. അപ്പോൾ സെക്ഷൻ 3 ക്ലോസ് 2B സെക്ഷൻ 3 ക്ലോസ് 2B പറയുന്നത് എന്താണ്? ബോണ്ടഡ് വെയർ ഹൗസുകളെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ബോണ്ടഡ് വെയർ ഹൗസുകൾ എന്നാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. കരാറടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ച് വെച്ചിരിക്കുന്ന സംഭരണശാലകളാണ് ബോണ്ടഡ് വെയർ ഹൗസുകളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ കരാറടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ച് വെച്ചിരിക്കുന്ന സംഭരണശാലകളാണെന്ത്? ബോണ്ടഡ് വെയർ ഹൗസുകളെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ബോണ്ടഡ് വെയർ ഹൗസുകളെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 2B ആണ്. അപ്പോൾ സെക്ഷൻ 3 ക്ലോസ് 2B ബോണ്ടഡ് വെയർ ഹൗസ്, 3 ക്ലോസ് 2B ബോണ്ടഡ് വെയർ ഹൗസ്, 3 ക്ലോസ് 2B ബോണ്ടഡ് വെയർ ഹൗസ്. ഇതിനെ പാട്ട് പാടി പഠിക്കാം. അപ്പോൾ 3 ക്ലോസ് 2B പറയുന്നത് ബോണ്ടഡ് വെയർ ഹൗസ്, 3 ക്ലോസ് 2B ബോണ്ടഡ് വെയർ ഹൗസ്. കരാറടിസ്ഥാനത്തിൽ മദ്യം സംഭരിച്ച് വെച്ചിരിക്കുന്ന സംഭരണശാലകളാണെന്ത്? ബോണ്ടഡ് വെയർ ഹൗസുകളെന്ന് പറയുന്നത്. ബോണ്ടഡ് വെയർ ഹൗസുകളെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് 3 ക്ലോസ് 2B ബോണ്ടഡ് വെയർ ഹൗസ്. അടുത്ത ടോപ്പിക്ക് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ കലർത്തൽ എന്ന് പറയുന്നു. കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ കലർത്തലിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് 3 ക്ലോസ് 5 ആണ്. അപ്പോൾ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് 3 ക്ലോസ് 5 ആണ്. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കലർത്തലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കലർത്തലാണ്. കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ കലർത്തലിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 5 ആണ്. സെക്ഷൻ 3 ക്ലോസ് 5 ആണ് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ കലർത്തൽ എന്ന് പറയുന്നത്. ഇന്ത്യൻ നിർമ്മിതമോ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതോ ആയ സ്പിരിറ്റിൽ മണത്തിനോ രുചിക്കോ മാറ്റം വരുന്ന വസ്തുതകളോ കൃത്രിമ നിറമോ ചേർക്കുന്നതിനെ കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ കലർത്തൽ എന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യൻ നിർമ്മിതമോ അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതോ ആയ സ്പിരിറ്റിൽ മണത്തിനോ രുചിക്കോ മാറ്റം വരുന്ന വസ്തുതകളോ
അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലേവർ ആയിരിക്കാം, അല്ലെങ്കിൽ കൃത്രിമ നിറമായിരിക്കാം, ആ ചേർക്കുന്നതിന് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് കലർത്തൽ എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് കലർത്തൽ എന്ന് പറയുന്നത്, കോമ്പൗണ്ടിങ് കലർത്തൽ. അപ്പോൾ കോമ്പൗണ്ടിങ് കലർത്തലിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? വകുപ്പ് 3 ക്ലോസ് 5 ആണ്. അപ്പോൾ 3 ക്ലോസ് 5 ആണ് എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ കലർത്തൽ എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന സെക്ഷൻസും അതേപോലെ തന്നെ ഡെഫിനിഷൻസും ആണ് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് പറയുന്ന ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 5 ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ബോണ്ടഡ് വെയർ ഹൗസുകളെ കുറിച്ചാണ്. സെക്ഷൻ 3 ക്ലോസ് 2B ബോണ്ടഡ് വെയർ ഹൗസ്. ഇപ്പോൾ പറഞ്ഞ ഏതാണ്? കോമ്പൗണ്ടിങ്ങിനെ കുറിച്ചാണ്. സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 5 ആണ്. അടുത്ത പോയിൻ്റാണ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്, ലഹരി മരുന്ന് എന്ന് നമ്മൾ പറയും. ഈ ഒരു ലഹരി മരുന്നിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 14 ആണ്. അപ്പോൾ ലഹരി മരുന്ന് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 14 ആണ്. ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് അല്ലെങ്കിൽ ലഹരി മരുന്നിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? 3 ക്ലോസ് 14 ആണ്. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് NDPSൽ പ്രതിപാദിച്ചിരിക്കുന്ന വേദന സംഹാരികളോ നിദ്ര ഔഷധങ്ങളോ ഒഴികെ ലഹരിയുക്തമായ ഏതൊരു വസ്തുവും ലഹരി മരുന്നിൻ്റെ ഗണത്തിൽ പെടുത്താമെന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ NDPSൽ പ്രതിപാദിച്ചിരിക്കുന്ന വേദന സംഹാരികൾ അല്ലെങ്കിൽ നിദ്ര ഔഷധങ്ങൾ അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് മാറി നിൽക്കുന്ന ലഹരിയുക്തമായ ഏതൊരു വസ്തുവും എന്താണ്? ലഹരി മരുന്നിൻ്റെ ഗണത്തിൽ പെടുത്താമെന്നാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് സെക്ഷൻ 3 ക്ലോസ് 14 ആണ് ലഹരി മരുന്ന്, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്. അബ്കാരി ആക്ട് 3 ക്ലോസ് 14 ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്, ലഹരി മരുന്ന്. അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 14 ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് അല്ലെങ്കിൽ ലഹരി മരുന്ന്. 3 ക്ലോസ് 14 ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് അല്ലെങ്കിൽ ലഹരി മരുന്ന്. അടുത്ത പോയിന്റ് സെയിൽ ഓർ സെല്ലിംഗ്. എല്ലാവർക്കും അറിയാം, വിൽപ്പനയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് സെയിൽ ഓർ സെല്ലിംഗ്? എന്തിൻ്റെ വിൽപ്പന? അത് നമുക്ക് നോക്കാം. അപ്പോൾ സെയിൽ ഓർ സെല്ലിംഗ് അല്ലെങ്കിൽ വിൽപ്പനയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 15 ആണ്. അപ്പോൾ സെയിൽ ഓർ സെല്ലിംഗ് അല്ലെങ്കിൽ വിൽപ്പനയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് 3 ക്ലോസ് 15. വിൽപ്പനയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് 3 ക്ലോസ് 15. സെയിൽ ഓർ സെല്ലിംഗ് അല്ലെങ്കിൽ വിൽപ്പനയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് 3 ക്ലോസ് 15. വിൽപ്പനയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് 3 ക്ലോസ് 15. വിൽപ്പനയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് 3 ക്ലോസ് 15 ആണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഏത് തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ എന്താണ് കൈമാറ്റവും ലഹരി വസ്തുക്കളുടെ വിൽപ്പന എന്ന വിഭാഗത്തിൽ പെടുത്താം. മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ സമ്മാനമായി നൽകുന്നത് പോലും വിൽപ്പനയുടെ പരിധിയിൽ വരുമെന്നാണ് സെക്ഷൻ 3 ക്ലോസ് 15 പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അബ്കാരി ആക്ട് 3 ക്ലോസ് 15 പറയുന്നത് സെയിൽ ഓർ സെല്ലിംഗ് അല്ലെങ്കിൽ വിൽപ്പനയെക്കുറിച്ചാണ് പറയുന്നത്. അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 15 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലഹരി പദാർത്ഥം ജസ്റ്റ് ഒരാളുടെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നീ വച്ചോ അല്ലെങ്കിൽ നീ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാലും അത് വിൽപ്പനയാണ്. അതേപോലെ തന്നെ സമ്മാനമായിട്ട് കൊടുത്തു കഴിഞ്ഞാലും എന്താണ്? അതും വിൽപ്പന എന്നാണ് ഈ ഒരു സെക്ഷൻ 3 ക്ലോസ് 15 പറയുന്നത്. അപ്പോൾ അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 15 പറയുന്നത് എന്താണ്? വിൽപ്പനയെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത പോയിന്റ് കലർത്തൽ അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് ആണ്. എന്താണ്? കോമ്പൗണ്ടിങ്ങിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 5 ആണ്. അപ്പോൾ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 5 ആണ് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ 3 ക്ലോസ് 5 പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഇന്ത്യൻ നിർമ്മിതമോ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തതോ ആയ സ്പിരിറ്റിൽ മണത്തിനോ രുചിക്കോ മാറ്റം വരുന്ന വസ്തുതകളോ കൃത്രിമ നിറമോ ചേർക്കുന്നതിനെ കോമ്പൗണ്ടിങ് എന്ന് പറയും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ സെക്ഷൻ 3 ക്ലോസ് 5 പറയുന്നത് എന്താണ്? കലർത്തൽ അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് എന്നാണ് പറയുന്നത്. അടുത്ത പോയിൻ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അബ്കാരി ഇൻസ്പെക്ടർ. സെക്ഷൻ 3 ക്ലോസ് 6 ആണ് അബ്കാരി ഇൻസ്പെക്ടറെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആരാണ് അബ്കാരി ഇൻസ്പെക്ടർ? സെക്ഷൻ 3 ക്ലോസ് 6 ആരാണ് അബ്കാരി ഇൻസ്പെക്ടർ? ആരാണ്?
അബ്കാരി ആക്ട് 1077 സെക്ഷൻ 4 ഉപവാക്യം ഡി പ്രകാരം നിയമിതനായ ഉദ്യോഗസ്ഥനാണെന്ത് അബ്കാരി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് അബ്കാരി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്? നമ്മുടെ അബ്കാരി ആക്ട് സെക്ഷൻ 4 ഉപവാക്യം ഡി പ്രകാരം നിയമിതനായ ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ അബ്കാരി ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഇംപ്രിസൺമെൻറ്റ്, ഇതും നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. തടവ് ശിക്ഷയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? 3 ക്ലോസ് 7 ആണ് നമ്മൾ തടവ് ശിക്ഷയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. അത് നമ്മൾ നോക്കിയിട്ടുള്ള എന്താണ്, നമ്മൾ അബ്കാരി ആക്ടിലെ ഇംപ്രിസൺമെൻറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡിൽ വിധിച്ചിരിക്കുന്ന തടവ് ശിക്ഷയുടെ അതേ നിർവചനം തന്നെയാണ്. അപ്പോൾ ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ തടവ് ശിക്ഷയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 7 ആണ്. അടുത്ത് ഇമ്പോർട്ട്, ഇറക്കുമതി, ഇതും നമ്മൾ പറഞ്ഞതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇമ്പോർട്ട് ഇതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇറക്കുമതിയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 16 ആണ്. അപ്പോൾ ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇറക്കുമതിയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 16 ആണ് ഇറക്കുമതിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇറക്കുമതിയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 16 ആണ്. അപ്പോൾ എന്താണ് ഇറക്കുമതി എന്ന് പറയുന്നത്? സംസ്ഥാനത്തിനുള്ളിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്നതിനെ ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇറക്കുമതി എന്ന് പറയുന്നു. അപ്പോൾ സംസ്ഥാനത്തിനകത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്നതിനെ എന്തെന്ന് പറയുന്നു? ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇറക്കുമതി എന്ന് പറയുന്നു. അപ്പോൾ ഇറക്കുമതിയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 16. അബ്കാരി ആക്ട് 3 ക്ലോസ് 16 ഇറക്കുമതി എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്കാരി ആക്ട് 3 ക്ലോസ് 16 പറയുന്നത്. അപ്പോൾ ഇറക്കുമതിയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് 3 ക്ലോസ് 16 ഇറക്കുമതി 3 ക്ലോസ് 16 ഇറക്കുമതി 3 ക്ലോസ് 16 ഇറക്കുമതി 3 ക്ലോസ് 16. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് കയറ്റുമതിയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഇറക്കുമതി 3 ക്ലോസ് 16 ആണെങ്കിൽ കയറ്റുമതി 3 ക്ലോസ് 17. അപ്പോൾ ഇറക്കുമതി 3 ക്ലോസ് 16, കയറ്റുമതി 3 ക്ലോസ് 17. അപ്പോൾ ഇറക്കുമതി എന്ന് പറയുമ്പോൾ 3 ക്ലോസ് 16 ആണ്, കയറ്റുമതി എന്ന് പറയുമ്പോൾ എന്താണ്? 3 ക്ലോസ് 17. സംസ്ഥാനത്ത് വെളിയിലേക്ക് ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുപോകുന്നതിന് എന്തെന്ന് പറയുന്നു? എല്ലാവർക്കും അറിയാം, എക്സ്പോർട്ട് അല്ലെങ്കിൽ കയറ്റുമതി എന്ന് പറയുന്നു. സിമ്പിളാണ്. അപ്പോൾ സംസ്ഥാനത്തിന് പുറത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുപോകുന്നതിന് എന്തെന്ന് പറയുന്നു? കയറ്റുമതി അല്ലെങ്കിൽ എക്സ്പോർട്ട് എന്ന് പറയുന്നു. കയറ്റുമതി അല്ലെങ്കിൽ എക്സ്പോർട്ടിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ 3 ക്ലോസ് 17. ഇറക്കുമതിയെക്കുറിച്ച് പറയുന്നത് 3 ക്ലോസ് 16. അടുത്ത പോയിന്റ് ഏതാണ്? ട്രാൻസിറ്റാണ്. എന്താണ് ട്രാൻസിറ്റ്? സെക്ഷൻ 3 ക്ലോസ് 17A ആണ് ട്രാൻസിറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസിറ്റ്? സെക്ഷൻ 3 ക്ലോസ് 17A ആണ് ട്രാൻസിറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസിറ്റ് എന്ന് നോക്കാം. സംസ്ഥാനത്തിനുള്ളിൽ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ലഹരി പദാർത്ഥങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്നതിനെ ട്രാൻസിറ്റ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഒരു കേരള സംസ്ഥാനത്തിനുള്ളിലാണെങ്കിൽ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നതിന് അതിനെ പറയുന്ന പേരാണെന്ത്? അതിനെയാണ് ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. സംസ്ഥാനത്തിൻ്റെ ഭാഗമായ മറ്റ് പ്രദേശങ്ങളിലൂടെ അന്യ സംസ്ഥാനത്തേക്ക് ലഹരി വസ്തുക്കൾ കടത്തുന്നതും ഈ സെക്ഷനിൽ ഉൾപ്പെടുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ കൂടി മറ്റ് പ്രദേശങ്ങളിലൂടെ വേറൊരു സംസ്ഥാനത്തേക്ക്, ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് ലഹരി വസ്തുക്കൾ കടത്തുന്നത് എന്തെന്ന് പറയുന്നു? ട്രാൻസിറ്റ് എന്ന് പറയുന്നു. ഈ സെക്ഷനിൽ സംസ്ഥാനം എന്ന് ഉദ്ദേശിക്കുന്നത് കേരളമോ അന്യ സംസ്ഥാനങ്ങളോ കേന്ദ്രപ്രദേശങ്ങളോ ആകാം. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് മുമ്പേ തന്നെ പറഞ്ഞു, നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് വേറൊരു സംസ്ഥാനത്തേക്ക് ലഹരി കടത്തുന്നത് ട്രാൻസിറ്റ് ആകാം. നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുന്നതും ട്രാൻസിറ്റ് ആകാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് നമ്മുടെ സംസ്ഥാനത്തിനുള്ളിലോട്ടുള്ള ലഹരിയുടെ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്കുള്ള ലഹരി പദാർത്ഥത്തിൻ്റെ മൂവ്മെൻറ്റോ ആണ് നമ്മൾ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മുടെ അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 17A ആണ്. അപ്പോൾ ട്രാൻസിറ്റിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 17A. ട്രാൻസിറ്റ് 3 ക്ലോസ് 17A. ട്രാൻസിറ്റ് 3 ക്ലോസ് 17A. ട്രാൻസിറ്റിനെ കുറിച്ച് പറയുന്നത് 3 ക്ലോസ് 17A. ഇത് മനസ്സിലായില്ല എങ്കിൽ പിന്നെയും കണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കുക. അടുത്ത പോയിന്റ്, കടത്തിക്കൊണ്ടുപോകൽ. എന്താണ് കടത്തിക്കൊണ്ടുപോകൽ? സെക്ഷൻ 3 ക്ലോസ് 18 ആണ് കടത്തിക്കൊണ്ടുപോകലിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ കടത്തിക്കൊണ്ടുപോകൽ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയുന്നത് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 18 ആണ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയുന്നത്.
അപ്പോൾ കടത്തിക്കൊണ്ടുപോകൽ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 18 കടത്തിക്കൊണ്ടുപോകലിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 18. കടത്തിക്കൊണ്ടുപോകലിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 18. കടത്തിക്കൊണ്ടുപോകൽ 3 ക്ലോസ് 18. കടത്തിക്കൊണ്ടുപോകൽ 3 ക്ലോസ് 18. ട്രാൻസ്പോർട്ട് 3 ക്ലോസ് 18. ട്രാൻസ്പോർട്ട് 3 ക്ലോസ് 18. അപ്പോൾ എന്താണ് കടത്തിക്കൊണ്ടുപോകൽ? ലഹരി പദാർത്ഥങ്ങൾ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഏതൊരു വിധത്തിൽ കൊണ്ടുപോയാലും അതിനെ ലഹരി കടത്തലായി പരിഗണിക്കാം. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ ട്രാൻസ്പോർട്ട് അറിയാമല്ലോ, എന്തെങ്കിലും സാധനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്ന അതിനെന്തെന്ന് പറയാം? അതിനെ ട്രാൻസ്പോർട്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ലഹരി പദാർത്ഥം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഏതൊരു വിധത്തിൽ കൊണ്ടുപോയാലും അതിനെന്തെന്ന് പറയുന്നു? അതിനെ ലഹരി കടത്തലായി പരിഗണിക്കാമെന്നാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. കടത്തിക്കൊണ്ടുപോകലെന്ന് പറയും. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട എന്താണ്? ട്രാൻസ്പോർട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ 3 ക്ലോസ് 18 ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 3 ക്ലോസ് 18 പറയുന്നതാണ് ട്രാൻസ്പോർട്ടാണ്, കടത്തിക്കൊണ്ട് പോകലിനെ കുറിച്ചാണ്. അടുത്ത പോയിൻ്റാണ് മാനുഫാക്ചർ അല്ലെങ്കിൽ നിർമ്മാണം. അപ്പോൾ നിർമ്മാണത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതായിരിക്കും? സെക്ഷൻ 3 ക്ലോസ് 19. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു റഫ് നോട്ടായിട്ട് ഈ നിർമ്മാണം 3 ക്ലോസ് 19 ഇത് എഴുതി പോകും. കാരണം ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിർമ്മാണമൊക്കെ നമുക്ക് മലയാളത്തിൽ തന്നെ നമുക്ക് പെട്ടെന്ന് എന്താണ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ നിർമ്മാണത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 19. നിർമ്മാണം 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 സെക്ഷൻ 3 ക്ലോസ് 19. നിർമ്മാണത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 19. നമ്മൾ മാക്സിമം റിപ്പീറ്റ് ചെയ്താണ് പറയുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ വീഡിയോയ്ക്ക് ലെങ്തും കൂടാം. പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ പഠിച്ച് എടുത്താലേ പറ്റൂ. കൃത്രിമമോ സ്വാഭാവികമോ ആയി മാറ്റിയതോ പുളിപ്പിക്കൽ വിധേയമാക്കിയതോ സ്പിരിറ്റോ മറ്റു വസ്തുതകളോ ഉപയോഗിച്ച് ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിന് എന്തെന്ന് പറയുന്നു? നമ്മൾ ഉൽപ്പാദനം അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണമെന്ന് പറയുന്നു. ഒന്നുകൂടി പറയാം. കൃത്രിമമോ സ്വാഭാവികമോ ആയി മാറ്റിയതോ പുളിപ്പിക്കൽ വിധേയമാക്കിയതോ സ്പിരിറ്റോ മറ്റ് വസ്തുതകളോ ഉപയോഗിച്ച് ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കുന്നതിന് എന്തെന്ന് പറയാം? നമ്മുടെ ഉൽപ്പാദനം അല്ലെങ്കിൽ നിർമ്മാണമെന്ന് പറയാം. അടുത്തൊരു പോയിൻ്റ് ഉണ്ട്, ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. കലർത്തൽ അല്ലെങ്കിൽ റെഡിസ്റ്റിലേഷൻ തുടങ്ങി മദ്യസംസ്കരണത്തിൻ്റെ ഏതൊരു ഭാഗത്തെയും ഉൽപ്പാദനത്തിൻ്റെ വിഭാഗത്തിൽ പെടുത്താം. അപ്പോൾ കലർത്തൽ അതേപോലെ തന്നെ റീഡിസ്റ്റിലേഷൻ തുടങ്ങി മദ്യസംസ്കരണത്തിൻ്റെ ഏതൊരു ഭാഗത്തെയും എന്ത് ചെയ്യാം? ഉൽപ്പാദനത്തിൻ്റെ വിഭാഗത്തിൽ പെടുത്താമെന്നാണ് സെക്ഷൻ 3 ക്ലോസ് 19 പറയുന്നത്. ശബ്ദമൊക്കെ പോയി. അപ്പോഴേ നമ്മുടെ അബ്കാരി ആക്ട് 3 ക്ലോസ് 19 പറയുന്നത് എന്താണ്? നിർമ്മാണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 19 പറയുന്നത് എന്താണ്? നിർമ്മാണമാണ്. അപ്പോൾ അബ്കാരി ആക്ട് സെക്ഷൻ 3 ക്ലോസ് 19 നിർമ്മാണത്തെക്കുറിച്ച് പറയുന്നു. അടുത്ത പോയിൻ്റാണ് ബോട്ടിൽ. എന്താണ് ബോട്ടിൽ? ആ വാക്കിൽ തന്നെ ബോട്ടിൽ എന്താണ്? സെക്ഷൻ 3 ക്ലോസ് 19A ആണ് ബോട്ടിലിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ എന്തോ ഒരു സാധനം ബോട്ടിലാക്കുന്ന പരിപാടിയായിരിക്കും, അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ബോട്ടിൽ എന്ന് പറയുമ്പോൾ അബ്കാരിയായിട്ടുള്ള സെക്ഷൻ ഏതാണ്? ബോട്ടിൽ. കുപ്പിയെക്കുറിച്ച് പറയുന്നത് 3 ക്ലോസ് 19. കുപ്പി 19 കുപ്പി. അപ്പോൾ 3 ക്ലോസ് 19 പറയുന്നത് എന്താണ്? 3 ക്ലോസ് 19A പറയുന്നത് എന്താണ്? ബോട്ടിലിനെ കുറിച്ചാണ് പറയുന്നത്. 3 ക്ലോസ് 19A പറയുന്നത് എന്താണ്? ബോട്ടിൽ. 3 ക്ലോസ് 19A ബോട്ടിൽ. 3 ക്ലോസ് 19A പറയുന്നത് ബോട്ടിലിനെ കുറിച്ചാണ്. 3 ക്ലോസ് 19A പറയുന്നത് എന്താണ്? ബോട്ടിലിനെ കുറിച്ചാണ്. 3 ക്ലോസ് 19A പറയുന്നത് എന്താണ്? ബോട്ടിലിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. മദ്യത്തെ വിൽക്കുന്നതിന് വേണ്ടി വീപ്പ പോലുള്ള വലിയ പാത്രങ്ങളിൽ നിന്നും കുപ്പി, ജാറ്, ഫ്ലാസ്ക് തുടങ്ങിയ സംഭരണ വസ്തുക്കളിലേക്ക് മാറ്റുന്നു. വിൽപ്പന ആവശ്യത്തിന് ഒരു കുപ്പിയിൽ നിന്നും മറ്റൊരു കുപ്പിയിലേക്ക് മദ്യം മാറ്റുന്നതിനെയും
സെക്ഷൻ 3 ക്ലോസ് 19A ഉൾപ്പെടുത്താം. അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ മദ്യം വലിയൊരു വണ്ടി വരുമെന്ന് വിചാരിച്ചോ, ആ മദ്യത്തെ എന്ത് ചെയ്യും, അത് ചെറിയ നമ്മുടെ കുപ്പികളിലോ ജാറുകളിലോ ഫ്ലാസ്കുകളിലോ ആക്കി മാറ്റി വയ്ക്കും. ഇതാണ് നമ്മളെ ബോട്ടിലെന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിൽപ്പന ആവശ്യത്തിനായിട്ട് ഇതിനെ പിന്നെ എന്ത് ചെയ്യും, ചെറിയ ചെറിയ കുപ്പികളിലാക്കി വയ്ക്കുന്നതിനെയും സെക്ഷൻ 3 ക്ലോസ് 19A പ്രകാരം എന്ത് ചെയ്യാം, ഈ ഒരു നമ്മുടെ ബോട്ടിൽ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ പെടുത്താം. സിമ്പിളാണ്. വലിയൊരു വണ്ടിയിൽ ഒരു സാധനം കൊണ്ടുവരുന്നു, അതിനെന്ത് ചെയ്യുന്നു, ചെറിയ കുപ്പികളിലാക്കി മാറ്റുന്നു, അതിനാണ് ബോട്ടിലെന്ന് പറയുന്നത്. അപ്പോൾ ബോട്ടിലിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 19A ആണ്. ബോട്ടിലിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്, സെക്ഷൻ 3 ക്ലോസ് 19A ആണ്. 3 ക്ലോസ് 19A ആണ്. അടുത്ത പോയിന്റ് റെക്ടിഫിക്കേഷൻ, ശുദ്ധീകരണം. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റാണ്. സെക്ഷൻ 3 ക്ലോസ് 20 പറയുന്നത് എന്താണ്, റെക്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെക്ഷൻ 3 ക്ലോസ് 20 പറയുന്നത് എന്താണ്, റെക്ടിഫിക്കേഷൻ, ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്ട് സെക്ഷൻ 3 ക്ലോസ് 20 ആണ്. അപ്പോൾ റെക്ടിഫിക്കേഷൻ, ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്, സെക്ഷൻ 3 ക്ലോസ് 20. 3 ക്ലോസ് 20 ശുദ്ധീകരണം, 3 ക്ലോസ് 20 ശുദ്ധീകരണം, 3 ക്ലോസ് 20 റെക്ടിഫിക്കേഷൻ, ശുദ്ധീകരണം. 3 ക്ലോസ് 20 പറയുന്നത് എന്താണ്, റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ശുദ്ധീകരണം. സ്പിരിറ്റിനെ ശുദ്ധീകരിക്കുന്നതോ നിറമോ ഫ്ലേവറോ ചേർക്കുന്നതിനെയോ ശുദ്ധീകരണമെന്ന് പറയാം. ഇപ്പോൾ ഒരു സ്പിരിറ്റിനെ ശുദ്ധീകരിക്കുന്നതോ അല്ലെങ്കിൽ നിറമോ ഫ്ലേവറോ ചേർക്കുന്നതിനെ എന്തെന്ന് പറയാം, ശുദ്ധീകരണമെന്ന് പറയാം. വേറെ ഒരു വീഡിയോയും ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഒരിക്കലും പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് പോവുള്ളൂ, കാരണം നമുക്ക് പഠിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ സ്പിരിറ്റിനെ ശുദ്ധീകരിക്കുന്നതോ നിറമോ ഫ്ലേവറോ ചേർക്കുന്നതിനെ എന്തെന്ന് പറയാം, ശുദ്ധീകരണമെന്ന് പറയാം. അപ്പോൾ റെക്ടിഫിക്കേഷൻ, ശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 3 ക്ലോസ് 20 ആണ്. ശുദ്ധീകരണം 3 ക്ലോസ് 20. അടുത്ത് പ്ലേസ് അല്ലെങ്കിൽ സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് പ്ലേസ്, എന്താണ് സ്ഥലം, അത് നമുക്ക് നോക്കാം. അപ്പോൾ പ്ലേസ് അല്ലെങ്കിൽ സ്ഥലത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 21 ആണ്. പ്ലേസ് അല്ലെങ്കിൽ സ്ഥലത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 21. പ്ലേസ് അല്ലെങ്കിൽ സ്ഥലം 3 ക്ലോസ് 21. പ്ലേസ് അല്ലെങ്കിൽ സ്ഥലത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് 3 ക്ലോസ് 21. വീട്, കെട്ടിടം, മുറികൾ, വാഹനം, ടെൻറ്റ്, ചങ്ങാടം, ബൂത്ത് തുടങ്ങി എല്ലാ സ്ഥലങ്ങളും അബ്കാരി ആക്ട് 1077 പ്രകാരം പ്ലേസിൽ ഉൾപ്പെടുത്താം. അപ്പോൾ വീട്, കെട്ടിടം, മുറികൾ, വാഹനം, ടെൻറ്റ്, ചങ്ങാടം, ബൂത്ത് തുടങ്ങി എല്ലാ സ്ഥലങ്ങളും എന്ത് ചെയ്യാം, അബ്കാരി ആക്ട് 1077 പ്രകാരം പ്ലേസ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ സ്ഥലം അത്രയേ ഉള്ളൂ പറയുന്നത്. പ്ലേസിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്, വകുപ്പ് 3 ക്ലോസ് 21. പ്ലേസ് അല്ലെങ്കിൽ സ്ഥലത്തെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് 3 ക്ലോസ് 21. പ്ലേസ്, സ്ഥലം 3 ക്ലോസ് 21. 321 സ്ഥലം, 321 സ്ഥലം. അടുത്ത് ടാപ്പ് അല്ലെങ്കിൽ ചെത്തൽ, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇതാണ് നമ്മുടെ അബ്കാരി ആക്ടിലെ ടാപ്പ് അല്ലെങ്കിൽ ചെത്തൽ. അപ്പോൾ ചെത്തലിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 22 ആണ്. അപ്പോൾ ചെത്തലിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് എന്താണ്, സെക്ഷൻ 3 ക്ലോസ് 22. 3 ക്ലോസ് 22 ചെത്തൽ. 3 ക്ലോസ് 22 പറയുന്നത് എന്താണ്, ചെത്തലിനെ കുറിച്ചാണ് 3 ക്ലോസ് 22 പറയുന്നത്. കള്ള് വേർതിരിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഏതെങ്കിലും ഒരു മരത്തിൽ കലമോ മറ്റ് അനുബന്ധ വസ്തുക്കളോ ഘടിപ്പിക്കുന്നതിനെ ചെത്തലെന്ന് വിശേഷിപ്പിക്കുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ്, സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. കള്ള് ചെത്തൽ അതേപോലെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ചെത്തലിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് 3 ക്ലോസ് 22 ആണ്. അപ്പോൾ ചെത്തലിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്, 3 ക്ലോസ് 22 ആണ്. അടുത്ത് റെൻ്റൽ അല്ലെങ്കിൽ വാടക. ഇതും എല്ലാവർക്കും അറിയാവുന്നൊരു വാക്കാണ്. എന്താണ്, സെക്ഷൻ 3 ക്ലോസ് 23 റെൻ്റൽ അല്ലെങ്കിൽ വാടകയെക്കുറിച്ച് പറയുന്നത്. സെക്ഷൻ 3 ക്ലോസ് 23 പറയുന്നത് എന്താണ്, റെൻ്റൽ അല്ലെങ്കിൽ വാടകയെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് 3 ക്ലോസ് 23. 3 ക്ലോസ് 23 വാടക, 3 ക്ലോസ് 23 വാടക, 323 വാടക, 323 വാടക, 323 വാടക, 323 റെൻ്റൽ വാടക, 323 റെൻ്റൽ വാടക. അപ്പോൾ എന്താണ്, സെക്ഷൻ 18A പ്രകാരം മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ നിർമ്മിക്കുവാനോ വിൽക്കുവാനോ ഉള്ള അനുമതിക്കായി നൽകേണ്ട തുകയാണെന്ത്, വാടക എന്ന് പറയുന്നത്. അപ്പോൾ
നമ്മുടെ സെക്ഷൻ 18A പ്രകാരം മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളോ നിർമ്മിക്കുവാനോ വിൽക്കുവാനോ ഉള്ള അനുമതിക്കായി നൽകേണ്ട തുകയാണെന്ത് റെൻ്റൽ അല്ലെങ്കിൽ വാടകയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മദ്യം അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ നിർമ്മിക്കാനോ വിൽക്കുവാനായിട്ട് ഒരു അനുമതിക്കായിട്ട് നമ്മൾ നൽകേണ്ട ഒരു തുകയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ റെൻ്റൽ അല്ലെങ്കിൽ വാടകയെന്ന് പറയുന്നത്. സെക്ഷൻ 3 ക്ലോസ് 23 റെൻ്റൽ അല്ലെങ്കിൽ വാടകയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ്. അപ്പോൾ റെൻ്റൽ അല്ലെങ്കിൽ വാടകയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? 3 ക്ലോസ് ഏതാണ്? 3 ക്ലോസ് 23. അപ്പോൾ ലാസ്റ്റ് പോയിൻ്റാണ് നമ്മളത് നോക്കാൻ പോകുന്നത്. വെയർ ഹൗസ് സംഭരണശാലയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? 3 ക്ലോസ് 25. അപ്പോൾ വെയർ ഹൗസ് അല്ലെങ്കിൽ സംഭരണശാലയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് സെക്ഷൻ 3 ക്ലോസ് 25. അപ്പോൾ സംഭരണശാല വെയർ ഹൗസിനെ കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാണ്? 3 ക്ലോസ് 25. സംഭരണശാല 3 ക്ലോസ് 25. സംഭരണശാലയെക്കുറിച്ച് പറയുന്ന വകുപ്പ് 3 ക്ലോസ് 25. ഇങ്ങനെ ഓർമ്മ വരണം. സംഭരണശാലയെക്കുറിച്ച് പറയുന്ന വകുപ്പ് 3 ക്ലോസ് 25. വെയർ ഹൗസ് അല്ലെങ്കിൽ സംഭരണശാല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് 3 ക്ലോസ് 25 വരണം. അപ്പോൾ എന്താണ് സംഭരണശാല? വാറ്റുകേന്ദ്രം, വൈൻ നിർമ്മാണ കേന്ദ്രം, ബ്രൂവറി എന്നിവയുടെ ഭാഗമായി മദ്യം സംഭരിച്ചു വയ്ക്കുന്നതിന് പ്രത്യേക അനുമതി നേടിയിട്ടുള്ള കേന്ദ്രങ്ങളാണെന്ത്? നമ്മളുടെ സംഭരണശാല അല്ലെങ്കിൽ വെയർ ഹൗസ് എന്ന് പറയുന്നത്. സെക്ഷൻ 3 ക്ലോസ് 25. അപ്പം മദ്യവും മറ്റ് കാര്യങ്ങളും സംഭരിച്ചു വയ്ക്കുവാനായിട്ട് പ്രത്യേക അനുമതി നേടിയിട്ടുള്ള കേന്ദ്രങ്ങളെയാണെന്ത്? വെയർ ഹൗസുകളെന്ന് പറയുന്നത്. വെയർ ഹൗസുകളെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ സംഭരണശാലയെക്കുറിച്ച് പറയുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് 3 ക്ലോസ് 25. വെയർ ഹൗസ്, സംഭരണശാല 3 ക്ലോസ് 25. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ഡേയ്സും കൂടെ നോക്കിയിട്ട് നിർത്താമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഡ്രൈ ഡേയ്സും കൂടെ ഒന്ന് നോക്കിയിട്ട് നിർത്താം. അപ്പോൾ എന്താണ് ഡ്രൈ ഡേയ്സ്? എല്ലാവർക്കും അറിയാം. എന്താണ്? കേരളത്തിൽ നിർബന്ധമായിട്ട് മദ്യശാലകൾ അടച്ചിടേണ്ട ദിവസങ്ങളാണ് ഡ്രൈ ഡേയ്സ് ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. കേരളത്തിൽ മദ്യം ലഭ്യമാകുന്ന എല്ലാ കടകളും ബാറുകളും ക്ലബ്ബുകളും നിർബന്ധമായും അടച്ചിടേണ്ട ദിവസങ്ങളാണെന്ത്? ഡ്രൈ ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഡ്രൈ ഡേയ്സ് ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്? ഏതൊക്കെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം, എല്ലാ ഇംഗ്ലീഷ് മാസത്തിലും 1-ാം തീയതി, ഗാന്ധി ജയന്തിയായ ഒക്ടോബർ 2, ഗാന്ധി അനുസ്മരണ ദിനമായ ജനുവരി 30, ശ്രീനാരായണ ഗുരു സമാധി ദിനത്തിന്, ദുഃഖവെള്ളിയാഴ്ച, തിരഞ്ഞെടുപ്പ് മേഖലകളിലും പോളിംഗ് ദിനത്തിലും പോളിംഗിൻ്റെ തലേ ദിവസം, അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ അന്ന്, പിന്നെന്താണ്? വോട്ടെണ്ണൽ ദിനത്തിൻ്റെ അന്ന്. അപ്പോൾ എന്നൊക്കെയാണ് നമ്മൾ അടച്ചിട്ട് മദ്യം കിട്ടാത്ത ഒരവസ്ഥയാവുന്നത്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന്, എല്ലാ ഇംഗ്ലീഷ് മാസത്തിലെ 1-ാം തീയതി, ഗാന്ധി ജയന്തിയായ ഒക്ടോബർ 2, ഗാന്ധി അനുസ്മരണ ദിനമായ ജനുവരി 30, ശ്രീനാരായണ ഗുരുവിൻ്റെ സമാധി ദിനത്തിൻ്റെ അന്ന്, ദുഃഖവെള്ളിയാഴ്ച, തിരഞ്ഞെടുപ്പ് മേഖലകളിലും പോളിംഗ് ദിനത്തിലും പോളിംഗിൻ്റെ തലേ ദിവസം, അന്താരാഷ്ട്ര മയക്കുമരുന്ന് ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ അന്ന്, പിന്നെന്താണ്? വോട്ടെണ്ണൽ ദിനത്തിൻ്റെ അന്നാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടി ഓടിച്ച് പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഇപ്പോൾ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ലിക്കർ ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഓഫ് ലിക്കറാണ് ആദ്യം പറഞ്ഞത്. അതിൽ ചാരായത്തെക്കുറിച്ച് പറഞ്ഞ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 6A ആണ്. ചാരായത്തെക്കുറിച്ച് പറഞ്ഞ സെക്ഷൻ ഏതാണ്? സെക്ഷൻ 3 ക്ലോസ് 6A ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് കള്ളിനെക്കുറിച്ച് പറഞ്ഞ ഏതാണ്? 3 ക്ലോസ് 8 ആണ്. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു നമ്മുടെ ബുക്ക് എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു മെയിൻ പോയിന്റ് മാത്രം എഴുതി അങ്ങ് പോവുക. അപ്പോൾ ചാരായത്തെക്കുറിച്ച് പറഞ്ഞത് 3 ക്ലോസ് 6A, കള്ളിനെക്കുറിച്ച് പറഞ്ഞത് 3 ക്ലോസ് 8, സ്പിരിറ്റിനെക്കുറിച്ച് പറഞ്ഞത് 3 ക്ലോസ് 9, മദ്യത്തെക്കുറിച്ച് പറഞ്ഞത് 3 ക്ലോസ് 10, ബിയറിനെ കുറിച്ച് പറഞ്ഞത് 3 ക്ലോസ് 11, നാടൻ മദ്യത്തെക്കുറിച്ച് പറഞ്ഞത് 3 ക്ലോസ് 12, വിദേശ മദ്യത്തെക്കുറിച്ച് പറഞ്ഞത് 3 ക്ലോസ് 13, വിദേശ നിർമ്മിത വിദേശ മദ്യത്തെക്കുറിച്ച് പറഞ്ഞത് 3 ക്ലോസ് 13A ആണ്. അത് കഴിഞ്ഞ് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തെക്കുറിച്ച് പറഞ്ഞത് 3 ക്ലോസ് 13B ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ബോണ്ടഡ് വെയർ ഹൗസിനെ കുറിച്ച് പറഞ്ഞു 3 ക്ലോസ് 2B. അത് കഴിഞ്ഞ് ഏതാണ് പറഞ്ഞത്? നമ്മൾ കലർത്തൽ കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് പറഞ്ഞു 3 ക്ലോസ് 5. അത് കഴിഞ്ഞ് ഏതാണ് പറഞ്ഞത്? അത് കഴിഞ്ഞ് നമ്മൾ അബ്കാരി ഇൻസ്പെക്ടറെ കുറിച്ച് പറഞ്ഞു 3 ക്ലോസ് 6.
അത് കഴിഞ്ഞ് നമ്മൾ ഇംപ്രിസൺമെൻറ്റ് വധശിക്ഷയെക്കുറിച്ച് പറഞ്ഞു, തടവ് ശിക്ഷയെക്കുറിച്ച് പറഞ്ഞു, 3 ക്ലോസ് 7. അത് കഴിഞ്ഞ് നമ്മൾ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ് ലഹരി മരുന്നിനെക്കുറിച്ച് പറഞ്ഞു, ഏതാണ് 3 ക്ലോസ് 14. അത് കഴിഞ്ഞ് നമ്മൾ സെയിൽ ഓർ സെല്ലിംഗ് വിൽപ്പനയെക്കുറിച്ച് പറഞ്ഞു, 3 ക്ലോസ് 15. അത് കഴിഞ്ഞ് നമ്മൾ ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇറക്കുമതിയെക്കുറിച്ച് പറഞ്ഞു, 3 ക്ലോസ് 16. അത് കഴിഞ്ഞ് എക്സ്പോർട്ട് കയറ്റുമതിയെക്കുറിച്ച് പറഞ്ഞു, 3 ക്ലോസ് 17. അത് കഴിഞ്ഞ് നമ്മൾ ട്രാൻസിറ്റിനെ കുറിച്ച് പറഞ്ഞു, 3 ക്ലോസ് 17A. അത് കഴിഞ്ഞ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു, കടത്തിക്കൊണ്ട് പോകലിനെ കുറിച്ച് പറഞ്ഞു, ഏതാണ് 3 ക്ലോസ് 18. ലാസ്റ്റ് അത് കഴിഞ്ഞ് പറഞ്ഞ എന്താണ് മാനുഫാക്ചർ നിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞു, 3 ക്ലോസ് 19. അത് കഴിഞ്ഞ് ബോട്ടിലിനെ കുറിച്ച് പറഞ്ഞു, 3 ക്ലോസ് 19A. അത് കഴിഞ്ഞ് റെക്ടിഫിക്കേഷൻ ശുദ്ധീകരണത്തെക്കുറിച്ച് പറഞ്ഞു, 3 ക്ലോസ് 20. അത് കഴിഞ്ഞ് നമ്മൾ പ്ലേസ് സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു, 3 ക്ലോസ് 21. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ടാപ്പ് ചെത്തലിനെ കുറിച്ച് പറഞ്ഞു, 3 ക്ലോസ് 22. അത് കഴിഞ്ഞ് റെൻ്റൽ വാടകയെക്കുറിച്ച് പറഞ്ഞു, സെക്ഷൻ 3 ക്ലോസ് 23. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞതാണ് വെയർ ഹൗസ് സംഭരണശാലയെക്കുറിച്ചാണ് പറഞ്ഞത്, സെക്ഷൻ 3 ക്ലോസ് 25. ലാസ്റ്റ് നമ്മൾ ഡ്രൈ ഡേയ്സും കൂടെ പറഞ്ഞ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായില്ല എങ്കിൽ ഒന്നുകൂടി കാണുക. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കമൻറ്റിൽ അറിയിച്ചാൽ മതി. മാക്സിമം ഇതേപോലെയുള്ള വീഡിയോ ക്ലാസ്സുകൾ കാണുമ്പോൾ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസൊക്കെ മറക്കാതെ എഴുതി വെച്ച് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അങ്ങനെ പഠിക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ അബ്കാരി ആക്ടിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോയിലും കൂടി ഒരു പാർട്ടിനൂടെ കാണും. അത് കഴിഞ്ഞ് നമുക്ക് റിവിഷനായിട്ടൊന്നും കൂടി പോവാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.